നമശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും ഗീത ഹൃദയത്തിലേക്ക് സ്വാഗതം. നാം ഇതുവരെ ഭഗവത്ഗീതയുടെ 2 അധ്യായങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. 2-ാം അധ്യായം സാഖ്യയോഗം കഴിഞ്ഞ ദിവസത്തോടുകൂടി അവസാനിച്ചു. നമുക്ക് 3-ാം അധ്യായമായ കർമ്മയോഗം ശ്രദ്ധിക്കാൻ ആരംഭിക്കാം. അഥ തൃതീയോധ്യായ കർമ്മയോഗം. സാഖ്യയോഗ എന്ന അധ്യായത്തിൽ അർജുനനെ ഉപദേശിച്ച ഭഗവാനോട് അർജുനൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് ആദ്യത്തെ 2 ശ്ലോകങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 1. ജ്ഞായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ശ്ലോകം 2. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോ അഹമാപ്നുയാം. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം അർജുനൻ ഭഗവാനോട് ചോദിച്ചു, അല്ലയോ ജനാർദ്ദന, കർമ്മത്തെ അപേക്ഷിച്ച് ബുദ്ധി ശ്രേഷ്ഠമാണെന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ ഹേ കേശവ, എന്തിനാണ് ഘോരകർമ്മത്തിലേക്ക് എന്നെ നയിക്കുന്നത്? ഇതാണ് 1-ാമത്തെ ശ്ലോകത്തിൻ്റെ ചോദ്യം. അർത്ഥം ആ ചോദ്യമാണ്, എന്തിനാണ് ഘോരകർമ്മത്തിലേക്ക് എന്നെ നയിക്കുന്നത്? ശ്ലോകം 2-ൻ്റെ അർത്ഥം നോക്കാം. കൂടിക്കലർന്ന വാക്കുകളാൽ എൻ്റെ ബുദ്ധി ഭ്രമിക്കുന്നത് പോലെ തോന്നുന്നു. അതിനാൽ എനിക്ക് ശ്രേയസ്കരമായൊരു മാർഗം ഉപദേശിച്ചു തന്നാലും. 2-ാമത്തെ പറച്ചിലതാണ് ഭഗവാനോട്. കഴിഞ്ഞ അധ്യായത്തിൽ കർമ്മയോഗത്തെക്കുറിച്ചും സമത്വ ബുദ്ധിയോഗത്തെക്കുറിച്ചും പറഞ്ഞു. സമത്വ ബുദ്ധിയോഗത്തെ അപേക്ഷിച്ച് കർമ്മം വളരെ ചെറുതാണെന്നും കഴിഞ്ഞ അധ്യായത്തിൽ 49-ാം ശ്ലോകത്തിലാണ്, 49-ൽ തന്നെയാണ് അത് പറഞ്ഞത്. അത് നാം കേട്ടതാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ, ഹേ അർജുന, നീ യുദ്ധം ചെയ്യാൻ ഉറച്ചുകൊണ്ട് എഴുന്നേൽക്കൂ, യുദ്ധത്തിലേക്ക് ഇറങ്ങിയാലും എന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നാൽ യുദ്ധം അതിഘോരമായ കർമ്മമാണ്. സമബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നടക്കുമെങ്കിൽ സമബുദ്ധി കൊണ്ട് തന്നെ മനുഷ്യന് ബ്രാഹ്മീസ്ഥിതി കൈവരിക്കാനും കഴിയും. നാം കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം ബ്രാഹ്മീസ്ഥിതി കൈവരിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. സമബുദ്ധി കൊണ്ട് തന്നെ ബ്രാഹ്മീസ്ഥിതി കൈവരിക്കാനും കഴിയും. പിന്നെന്തിന് ഘോരമായ ഈ കർമ്മത്തിലേക്ക് യുദ്ധം ചെയ്യാൻ തന്നെ ഭഗവാൻ പ്രേരിപ്പിക്കുന്നു? സമബുദ്ധി കൈവരിക്കുന്നതിനുള്ള അനുഷ്ഠാനങ്ങൾക്കുള്ള പ്രേരണയാണ് ഇനി യഥാർത്ഥത്തിൽ നൽകേണ്ടത്. അതാണ് അർജുനൻ പ്രതീക്ഷിക്കുന്നത്. അർജുനൻ്റെ ചോദ്യങ്ങളുടെ ആശയം അതാണ്. എന്താണ്? സമബുദ്ധി കൈവരിക്കുന്ന അനുഷ്ഠാനങ്ങൾക്കുള്ള പ്രേരണയാണ് അർജുനൻ പ്രതീക്ഷിക്കുന്നത്, ഭഗവാൻ കൊടുക്കേണ്ടതും. എന്തിനാണ് ഘോരമായ കർമ്മങ്ങളിലേക്ക് എന്നെ നയിക്കുന്നതെന്ന് അർജുനൻ നിർത്തുകയാണ് ഇവിടെ. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഇതിന് ഉത്തരം പറയുന്നത് നമുക്ക് കേൾക്കാം, ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കും മനസ്സിലാക്കാം, ഇവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഒരു പാതാര ബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവർക്കും നല്ലൊരു ദിവസത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭസുദിനം നേരുന്നു.